എന്തായാലും ചിരിച്ച് പാസ്സായിക്കോളൂ, അതിനെ കഴിയുള്ളൂ. സാധനത്തിന് മനസ്സിലായി എത്രയേ ഉള്ളൂ എന്നുള്ളത്. വെള്ളം കുടിക്കുക, ആകപ്പാടെ ബബ്ബർ ബേജാറായിക്കണ മൂപ്പരേക്ക്. എന്തൊക്കെ എല്ലാ കിതാബും വായിച്ചു തരേ. എന്താ പറഞ്ഞ് കിട്ടില്ല, അവിടെ ബേജാറായിക്കാണ് സാധനം. പാവം ഈ സാധുവിനെ എന്തെങ്കിലും കുറച്ച് വെള്ളം കുടിച്ച് അവിടെ ഇരുത്തി വേറെ ആരെയും കൊണ്ട് എണീറ്റുന്നോളി കേട്ടോ. ഇതൊന്നും ഇവിടെ പോകൂല കുട്ടിയെ. പിന്നെ മൂപ്പർക്ക് നമ്മൾ പറഞ്ഞ മറുപടി സുജൂത്തിപ്പോ കടന്ന് കളിച്ചു എന്നല്ലാതെ എന്താ തൊടാൻ പേടി അല്ലാന്ന് പറ. സുജൂത്തിലെ കിതാബല്ലാന്ന് ചങ്കൂട്ടുണ്ടെങ്കിൽ പറ. എന്തെങ്കിലും വെല്ലുവിളി സ്വീകരിക്കാൻ ഇത്ര മടി? അതാണ് പറഞ്ഞ നിങ്ങളൊന്നും ഒന്നുമല്ല, നിങ്ങൾ ആരാന്ന് നിങ്ങൾക്ക് വെറുതെ തോന്നല കേട്ടോ. അതുകൊണ്ട് സുഹൃത്തെ, കൃത്യമായിട്ട് ഇവിടെ ചോദ്യം ഇവിടെ അവശേഷിക്കണം, മറുപടി പറഞ്ഞേ പറ്റൂ. സഹോദര, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ പോലത്തെ വിശ്വാസമാണെങ്കിൽ ഈ വഖൂൽ ഉന്നൂർന എന്ന് പറയുന്ന ഈ ആയത്ത് ശരിക്കും മനസ്സിലാക്കിക്കോ. നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് അറിയോ? ഇവിടെ ഇവരൊന്നുമല്ല നമുക്ക് ലക്ഷ്യമാക്കുന്നത്. ഇവിടെ സാധാരണ ഇത് പുറത്തിറങ്ങേണ്ട സീഡിയാണല്ലോ. സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുക. ഈ ഉന്നൂർന എന്ന് പറയുന്ന ആയത്ത് ഇന്ന് സമസ്തക്കാരുടെ മർക്കസിൽ ഇറങ്ങിയ ആയത്തൊന്നല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ ഇറങ്ങിയ ആയത്താണ്. ആ ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രൈമറി ഓഡിയൻസ് ആയിട്ടുള്ള സ്വഹാബത്തെ കിറാം അവരെന്താ അത് മനസ്സിലാക്കിയത്? അവരിങ്ങനെ പ്രവാചകനെ വിളിച്ചിട്ടുണ്ടോ? സഹോദര, ജീവിത കാലഘട്ടത്തിൽ പോലും, മരിച്ചതിന് ശേഷമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ പോലും സ്വഹാബികൾ പലപ്പോഴും അകന്നു നിൽക്കേണ്ട പല സന്ദർഭം ഉണ്ടായപ്പോൾ, അവിടെ പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ ഒരിക്കലും പ്രവാചകൻ വിളിച്ച് തേടിയിട്ടില്ല. എത്ര ഉദാഹരണങ്ങൾ. നിങ്ങളെ വിശ്വാസം പോലുള്ള വിശ്വാസമായിരുന്നോ സ്വഹാബത്തിനുണ്ടായിരുന്നത്? ശത്രുക്കൾ കൊല്ലാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോയപ്പോൾ സ്വഹാബത്ത് പറഞ്ഞ് നിങ്ങൾ പോലെ വിശ്വാസമാണെങ്കിൽ എന്താ പറയുന്നത്? നബിയേ, ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രയാസത്തിൽ പെട്ടിട്ടുണ്ട്, ഞങ്ങൾ രക്ഷിക്കണേ നബിയേ എന്നല്ലേ പറയേണ്ടത്? എന്താണ് സ്വഹാബത്ത് ചെയ്തത്? അതാണ് മുജാഹിദുകളുടെ ആശയമാണ് ഇവിടെ. എന്താ അവർ പറഞ്ഞത്? അല്ലാഹുമ്മ അഖ്ബിർ അന്നാ നബിയക, അല്ലാഹുവേ ഞങ്ങൾക്ക് പറ്റിയ ഈ പ്രയാസത്തെ അഖ്ബിർ അന്നാ നബിയക, നിന്റെ പ്രവാചകനെ നീ അറിയിക്കണേ അല്ലാ. എന്താ നബി എന്ന് വിളിക്കാറുള്ളത്? ഇവിടെ ശ്രദ്ധിക്കണം, നിങ്ങൾ വർത്താനം പറഞ്ഞിട്ട് ശ്രദ്ധിക്കാൻ, ചോദ്യത്തിന് മറുപടി പറ കേട്ടോ. ശ്രദ്ധിക്കണം, വെറുതെ എന്തെങ്കിലും വിളിച്ച് പറയണ്ട. ചോദ്യം നമ്മൾ ചോദിക്കുന്ന മറുപടി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മറുപടി പറയാം. എന്തായാലും ബബ്ബ പറയണ്ട. ഇത് ശരിക്കും മനസ്സിലായിക്കോ. സ്വഹാബത്തിന്റെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസമായിരുന്നോ? എന്താ സ്വഹാബത്ത് ചെയ്തത്? അല്ലാഹുമ്മ അഖ്ബിർ അന്നാ നബിയക, ഞങ്ങൾക്ക് പറ്റിയ പ്രയാസത്തെ അല്ലാഹുവേ നിന്റെ പ്രവാചകനെ നീ അറിയിക്കണേ. നിങ്ങളെ വിശ്വാസമാണെങ്കിൽ എന്താ പറയേണ്ടത്? നബിയെ ഞങ്ങളെ കാക്കണേ. തീർന്നോ? തീർന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത കാലഘട്ടത്തിൽ മഴക്ക് വേണ്ടി ക്ഷാമം ബാധിച്ചപ്പോ മൈലുകളോളം താണ്ടിയിട്ട് ഒരു സ്വഹാബി മദീന പള്ളിയിൽ വന്നിട്ട് റസൂലോട് പറഞ്ഞ എന്താ? ഉദ്ഉല്ലാഹ അൻ യുഗീസന, നബിയെ ഞങ്ങൾക്ക് മഴ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണേ. നിങ്ങൾ വിശ്വാസം പോലെ വീട്ടിൽ കുത്തി നബിയെ ഞങ്ങൾക്ക് മഴ വേണം, അല്ലെങ്കിൽ വീട്ടിൽ കുത്തിരുന്ന നബി കേൾക്കുമെന്നുള്ള വിശ്വാസം ആ സ്വഹാബികൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നബിയെ ഞങ്ങൾക്ക് മഴ കിട്ടാൻ വേണ്ടി അള്ളാഹുവിനെ ദുആ ചെയ്യണമെന്ന് ആ സ്വഹാബി വീട്ടിൽ കുത്തിരുന്ന് പറഞ്ഞോ? നിങ്ങളെ വിശ്വാസമല്ല സഹോദര അവർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ സമുദായത്തിൽ ശിർക്കും കുഫറും പ്രചരിപ്പിക്കാൻ മുജാഹിദ് സലഫികളുടെ തൊണ്ടയിൽ റൂഹുള്ളിടത്തോളം കാലം അനുവദിക്കുകയില്ല. നിങ്ങളുടെ കിതാബിൽ അഴിഞ്ഞാട്ടുണ്ടല്ലോ, അനുവദിക്കൂല. സുയൂത്തിനെ തുടരണം നിങ്ങൾ, അഹമ്മദ് ഹംബലിനെ തുടരണം നിങ്ങൾ, റാസിയെ തുടരണം നിങ്ങൾ കേട്ടോ. പിന്നെ മക്കത്തെ മുശ്രിക്കുകളുടെ സംഗതി പറഞ്ഞപ്പോൾ മുമ്പർക്ക് വല്ലാത്ത ബജാർ വരുന്നില്ല. സഹോദര, ശിർക്കും കുഫറും എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കണം. വലൈസ അഹദുൻ യുശ്രികു ബിഹി ഇല്ലാ വഹുവ മുഅ്മിനുൻ ബിഹി. തഫ്സീർ തൊബരി, ഇബ്നു ജരീർ തൊബരി പറഞ്ഞ മക്കത്തെ മുശ്രിക്കുകൾ അവർ മുശ്രിക്കായി തീരാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കണം. മരിച്ചുപോയ മഹാത്മാക്കൾ വിളിച്ച് തേടി തന്നെ. മതി, ആരും പ്രശ്നം ഉണ്ടാക്കണ്ട. സദസ്സ് പരിപൂർണമായും അച്ചടക്കം അത്യാവശ്യമാണ്. നമ്മുടെ പരിപാടിയുടെ തുടർന്ന് പരിപാടി കൊണ്ടുപോകൽ നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. മാന്യമായി ഇവിടെ നിന്നും അതുപോലെ സദസ്സിൽ നിന്നൊക്കെ ആ ഒരു അച്ചടക്കം കാരണം ഇത്രയും നേരം അച്ചടക്കത്തിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ നമ്മുടെ സ്ഥല സൗകര്യത്തിൻ്റെ പേരിൽ ചില ശബ്ദങ്ങൾ വന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ ഇടപെടും. മധ്യസ്ഥനായിരിക്കുക, നിങ്ങളാരും അതിൽ ഇടപെടരുത്. എല്ലാവരും സഹകരിക്കണം. നമ്മുടെ രണ്ട് കൂട്ടരുടെയും നമ്മുടെ വിഭാഗം രണ്ട് വിഭാഗവും നമ്മൾ ശബ്ദകോലാലം ഉണ്ടാക്കിയിട്ട് നമ്മുടെ സമയം കളയരുത്. സദസ്സിൽ നിന്ന് തീർച്ചയായിട്ടും രണ്ട് വിഭാഗം ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ പരിപാടി കൊളാക്കാനുള്ള ഉദ്ദേശത്തിലല്ല നമ്മൾ വന്നത്. അപ്പോൾ തീർച്ചയായും സദസ്സിൽ നിന്ന് ഒന്നും തന്നെ ഉണ്ടാവരുത്. ഒരു തക്ബീറാകട്ടെ സലാത്താകട്ടെ ഒന്നും നമ്മൾ വേണ്ട എന്ന് പറഞ്ഞത് നമുക്ക് വേണ്ട. നാം നല്ല രൂപത്തിൽ ഹക്ക് നമുക്ക് ഇവിടെ തെളിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. അത് തെളിയിച്ചിട്ടേ ഇവിടുന്ന് പോകുള്ളൂ, രണ്ടാമത് തീരുമാനമായിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് രണ്ട് വിഭാഗം ആ ഒരു അച്ചടക്കം ഇവിടെ ആവശ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
ആരും ശബ്ദകോലാഹലം ഉണ്ടാക്കണ്ട. ഈ സംവാദം നടക്കൽ നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് സംവാദം നടക്കട്ടെ, മുടങ്ങരുത്. അതൊക്കെ അവസാന ഘട്ടത്തിലേ കാലിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പുളിങ്ങനെ വരുമ്പോൾ ഉണ്ടാകണാണ്. അതൊക്കെ അടക്കട്ടെ. ഏതായാലും ഒന്നാമത്തെ തെളിവ് വീണ്ടും ആവർത്തിക്കാട്ടോ. ചോദിച്ചിന്ന് വിട്ടു. ചോദ്യം കൊണ്ടുവന്നപ്പോൾ ഇമാം റാസിനി സുയൂത്തി ഇമാമേനി ചോദ്യം എന്തേനി? അള്ളാഹുവിന്റെ ഖുർആനിലുണ്ടോ? മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ടോ? എല്ലാവരും മനസ്സിലായിക്കോളി, വളരെ വ്യക്തം. നമ്മൾ ഓതിക്കൊടുത്തു. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലൂ റായിന വഖൂലു ഉൻദുർനാ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ റായിന പറയരുത്, ഉൻദുർനാ എന്ന് പറയണം. നബിയെ, അങ്ങയുടെ തിരുനോട്ടമുണ്ടാവണേ എന്ന് പറയണേ എന്ന് പരിശുദ്ധ ഖുർആൻ. യാ അയ്യുഹല്ലദീന ആമനു, ഞങ്ങളൊക്കെ മുഅ്മിനീങ്ങളാണ്, വിശ്വസിച്ച മുഅ്മിനീങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വീകാര്യമായി, ഞങ്ങൾ ചെയ്യുന്നു. നിങ്ങളെന്താ ഞങ്ങൾക്ക് അറിയേണ്ടതില്ല. നിങ്ങൾ അതിൽ പൊടൂലെന്നുണ്ടെങ്കിൽ അവിടെ കുത്തിരുന്നോളി. കയറേണ്ട വണ്ടിയിൽ പല മുജാഹിദുകളും എന്ത് ചെയ്തോളും, സംവാദം കഴിഞ്ഞ് CD പുറത്തിറങ്ങട്ടെ, ചരിത്രം സൃഷ്ടിക്കും, ഈ വണ്ടിയിലേക്ക് കയറിക്കോളും. യാ അയ്യുഹല്ലദീന ആമനുവിൽ കയറിക്കോളും. നിങ്ങൾ അവിടെ കുത്തിരുന്നോളി, ഒറ്റപ്പെട്ട് കുത്തിരുന്നോളി. 2 വിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനോദി മുത്തുനബിയിലൂടെ പഠിപ്പിച്ച വിഷയം പോരാത്തതിന് രണ്ടാമതായിട്ട് അല്ലാഹു തആല പറഞ്ഞു, യാ ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ. ഈ ഉമ്മത്തിന്റെ ഷാഹിദും മുബശ്ശിറും നദീറുമാണ് മുഹമ്മദ് നബി എന്ന് പറഞ്ഞിട്ട് നിർത്തിയില്ല. വഹിർസൽ ലിൽ ഉമ്മിയീൻ. ലാപ്ടോപ്പ് ഒന്നില്ലേ, അടിച്ചോക്കാം. അനസ് മൗലവി ഇല്ലേ ലാപ്ടോപ്പിന്റെ ആള്? വഹിർസൽ ലിൽ ഉമ്മിയീൻ. ഈ ഉമ്മത്തിന്റെ കാവൽക്കാരനാണ്. ഉമ്മത്തിനൊരാളെ കാവൽക്കാരനാക്കിയാൽ അവിടേക്ക് കാവൽ തേടാൻ ഒരാളെ സർട്ടിഫിക്കറ്റും വേണ്ട, നിങ്ങളെ ലെറ്റർ പീഡും ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളെ സമ്മതം വേണ്ട, ഞങ്ങൾ തേടുന്നു. മുഅ്മിനീങ്ങൾ ഏറ്റെടുക്കും. ഇത് തൊട്ടിട്ടില്ല ഇയാള്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു സുയൂത്തി ഇമാമിന്റെ ഇബാറത്തും കൊണ്ട് കളിച്ചാ കോപ്പി പേസ്റ്റ് അതും പഠിപ്പിച്ചു തരും. സംവാദം കഴിയുമ്പോൾ അതിനെ അതും പഠിപ്പിച്ചു തരും. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ തെളിവ്, മുത്തുനബി ഖുർആനോദി പഠിപ്പിച്ചു. 1. 2 അല്ലാഹു തആല പഠിപ്പിച്ചു സംരക്ഷകനാണെന്ന്. 3 പിടിച്ചോ, കടന്നുറങ്ങും നിങ്ങളെ, ഈ തെളിവുകൾ ഉറങ്ങാൻ സമ്മതിക്കില്ല. കാരണം മുത്തുനബി പറയുകയാണ്, അന സയ്യിദു വൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്താ മൗലവി സയ്യിദ് എന്ന് പറഞ്ഞാൽ? അസ്സയ്യിദു ഹുവല്ലദി യുഫ്സഉ ഇലൈഹി ഫിന്നവാഇബി വശദാഇദ്. ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, പ്രയാസമുണ്ടാകുമ്പോൾ അഭയം തേടപ്പെടേണ്ട ആൾ. ഫയതഹമ്മലു അൻഹും മകാരിഹു. അഭയം തേടി സ്വീകരിക്കൂല എന്നല്ല, അവരുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കും. വയദ്ഫഉഹാ അൻഹും, അവരുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കും. അങ്ങനത്തെ സയ്യിദാണ് ആർക്ക്? ഉൽദ്യാദമിന്, ആദമിന്റെ മക്കൾക്ക് മുഴുവനും സയ്യിദാണ്. തൊട്ട് നോക്ക്, തെറിച്ചു പോകും. ഈ ഭാഗത്തുങ്ങൾ ഉണ്ടാവില്ല, അതങ്ങൾ തൊടാത്തത് പോരാ. എന്തിനാ അത് പറഞ്ഞത്? വെറുതെ പറഞ്ഞതാ. അപ്പൊ പറയും ഇത് മുത്തുനബിന്റെ കാലത്തുള്ളവർക്കാണ്. മിണ്ടാ നിൽക്കണ്ട, മിണ്ടിപ്പോരുത്, അത് മിണ്ടിപ്പോരുത്. കണ്ണ് നിലയിലാക്കിയിട്ടൊന്നും കാര്യമല്ല. നിങ്ങളോട് ഒരു ദയ ഞങ്ങൾക്കില്ല. നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും വലിയ അതാപ ഈ കുട്ടികളെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ വേർക്കണത്. എന്തിനാ അത് പറഞ്ഞത്? ചവിട്ട് പറഞ്ഞാലൊക്കെ നിർത്തി കേക്കട്ടെ ആള്. ഇതിന്റെ താല്പര്യപ്രകാരം ജനങ്ങൾ അമല് ചെയ്യാനാണ്. ഇതേ കറി വെക്കാനുള്ളതല്ല, എടുത്തു വെക്കാനുള്ളതല്ല. ഇതനുസരിച്ച് നബിതങ്ങളെ സംരക്ഷകനാക്കാനുള്ളതാണ്, അഭയ കേന്ദ്രമാക്കാനുള്ളതാണ്. ഇത് മുത്തുനബി പറയുമ്പോ ഇതിന് ഇമാം നബിന്റെ വിശദീകരണം ഉണ്ടാവുമ്പോ ആരെ വിശദീകരണം ഞങ്ങൾക്ക് വേണ്ടി? മുജാഹിദ് വിഭാഗത്തിന്റെ ചോദ്യോത്തര അവസരം കഴിഞ്ഞു. ഇനി സുന്നി വിഭാഗത്തിൽ നിന്ന് ഇവിടെ വന്നെത്തിയ മുതഅല്ലിമുകൾക്ക് ചോദ്യത്തിന്റെ അവസരമാണ്. അതിനുവേണ്ടി ചോദ്യോത്തരങ്ങൾക്ക് വേണ്ടി ഫാരിസ് മുസ്ലിയാരെ ക്ഷണിക്കുന്നു. വളരെ വ്യക്തമായി ചോദ്യം മൂപ്പർക്ക് വിഷയത്തിന്റെ ഉള്ളിലുള്ളത് പോലും ചോദിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ എല്ലാവരും കണ്ടതാണ്. അദ്ദേഹം ചോദിച്ചു, ഒന്നാമത്തെ ചോദ്യം വളരെ കറക്റ്റ് മറുപടിയും കൊടുത്തു. ഖുർആൻ ഓതി പഠിപ്പിച്ചു, പോരാത്തിന് തഫ്സീറും കൊടുത്തു, തൊട്ടില്ല.
അടുത്തില്ല മൂപ്പര്. രണ്ടാമത്തെ ചോദ്യം മുത്തുനബി ചെയ്തിട്ടുണ്ടോ? ഒരൊറ്റത്തട്ട് അറബിക്കടലിലേക്ക് വ്യവസ്ഥ വായിക്കാതെ വന്നതാണ്. മൂന്നാമത്തെ ചോദ്യം ഏതാ ഉത്തമം? മൂപ്പര് പാക ഹാല് മാറിയിരിക്കണേ. ഉത്തമം ഏതാണ്? ശിർക്കാന്നുള്ളോട് നോക്കി ഉപ്പര് വിട്ടു. ഞങ്ങൾക്ക് ഉത്തമം തിരിഞ്ഞാൽ മതി, ശിർക്കാണോ അല്ലേ തീരുമാനം ഉണ്ടാകും. അതും തട്ടി ഞങ്ങൾ പറങ്ങള്. എന്നിട്ട് ഇബാറത്തും കൊണ്ടുവന്നേക്ക. ഇമാം സുയൂത്തി ഹാഷിമിയത്തായ പെണ്ണിന്റെ ഇസ്തിഗാസ അൽ-ഹാവീരിൽ ഫത്താവയിൽ നബിദിനായാലും നിങ്ങൾ കൊടുക്കും ഞങ്ങൾ കൊടുക്കും. ഇത് ഈ കിതാബ് സുയൂത്തി ഇമാമിന്റെ അല്ലാന്ന് പറയാൻ ധൈര്യമുണ്ടോ? മുട്ടാണ് പറക്കും. അർത്ഥം വെച്ചാല് ഹാഷിമിയത്തായ പെണ്ണിന്റെ ഇസ്തിഗാസ പറഞ്ഞ കിതാബ് അയക്ക് വരണ്ടേ, അവിടെ നിൽക്ക്, വിടാൻ കരുതിയില്ല. അതുപോലെ തന്നെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾ, നല്ലോണം കേട്ടോ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾ നബി തങ്ങളോട് ഉൻദുർനാ യാ റസൂലല്ലാഹ്, ഓ നബിയേ അങ്ങയുടെ തിരുനോട്ടം ഞങ്ങളിലേക്കുണ്ടാവണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണോ അല്ലേ? ചോദ്യം വളരെ വ്യക്തം. ഉള്ളൂറിനോടൊരു കളിയാ സംവാദം. ഇത് കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് ഉള്ളൂറിനെ കേൾക്കണമെങ്കിൽ പേടിക്കാറ്, ഉറക്കത്തിലും കൂടി നിങ്ങൾ കേൾക്കുന്നത് നെട്ടിയുണരും നിങ്ങൾ. ഉൻദുർനാ യാ റസൂലല്ലാഹ്, ഓ നബിയേ അങ്ങയുടെ തിരുനോട്ടം ഞങ്ങളിലേക്കുണ്ടാവണേ എന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾ നബി തങ്ങളോട് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ പഠിപ്പിച്ച ഉസൂല് പ്രകാരം അത് ശിർക്കോ തൗഹീദോ? ഒറ്റ മറുപടി, സോർണോ. ശിർക്കാണെങ്കിൽ ശിർക്ക്, തൗഹീദാണെങ്കിൽ തൗഹീദ്. ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. വേറൊരു കുതിര നാടകം ഞങ്ങൾക്ക് കാണണ്ട. നിങ്ങൾക്ക് പലതും പറയാണ്ടാവും, ഞങ്ങൾക്കും പലതും പറയണ്ടേ, എന്തെല്ലാം പറയാണ്ട്. ആനീപ്പൻ്റെ ഒക്കെ കഥ അതൊന്നും ഞങ്ങളിവിടെ പറയണില്ല, വ്യവസ്ഥാപിതമായിട്ടാ പറയുന്നത്. അതുകൊണ്ട് വ്യവസ്ഥയിൽ നിന്നിട്ട് ഇങ്ങോട്ട് വരും. നിങ്ങളെ വരച്ച വരൻ്റെ ഉള്ളിൽ ഞങ്ങൾ നിർത്തും, എന്നിട്ട് വർത്താനം പറയും. ഈ ചോദ്യം മുൻനിർണ്ണങ്ങളെ വിടാൻ കരുതിയില്ല. അത് ചോദിച്ചാൽ ശിർക്കാണോ അല്ലേ? പിന്നെ ഇമാം സുയൂത്തി, ഞാൻ പറഞ്ഞല്ലോ നബിദിനം കഴിഞ്ഞിട്ട് ഒരു മാസമില്ല, അപ്പം അതിന് മുമ്പിൽ വന്നേക്കും. അതും കൊണ്ട് ഈ ഇത്തരത്തോളം ഒരു ഉളുപ്പുണ്ടെന്ന് നിങ്ങൾ വരും. അതും കൊണ്ട് ഈ അൽ-ഹാവീലിൽ ഫത്താവ നബിദിനായ എടുക്കാത്തോണ്ടോ? ഈ അൽ-ഹാവീലിൽ ഫത്താവ അറിയാത്തവനക്ക് ISM മെമ്പർഷിപ്പ് ഇല്ല, KNM മെമ്പർഷിപ്പ് ഇല്ല. മെമ്പർഷിപ്പ് ഇട്ടാൽ ആകെയുള്ള യോഗ്യത ഈ അൽ-ഇഖ്തിലാ എന്താണ്, മഹാനായ മഹാനവറുകളുടെ ഹാവീലിൽ ഫത്താവ അറിയല. ആ അൽ-ഹാവീലിൽ ഫത്താവ ആർക്കും തർക്കമല്ലല്ലോ. അതിലതാ പറയുന്നു, ഹാഷിമിയത്തായ പെണ്ണിന്റെ ഇസ്തിഗാസ നിഷേധിക്ക് പറയും, ഞാൻ പഠിപ്പിച്ചു തരും, സമർത്ഥമായിട്ട് പഠിപ്പിച്ചു തരും. അതിനാ നിങ്ങളെ വിളിച്ചിരുന്നത്. വാട്സപ്പ് അല്ല, റൂമിൽ കുത്തിരുന്നുള്ള അപ്പുറമുള്ള കളിയല്ല. അൽഹംദുലില്ലാ. ഏതായാലും കേട്ടില്ലെങ്കിൽ ഈ സാധനത്തിനെ മാറ്റാനായിക്കണ്. ആകപ്പാടെ ബേജാറായിക്കണ് പാവം. വായന പറയുമ്പോൾ അതൊക്കെ വരുന്നുണ്ട് എൻ്റെ. ഏതായിരുന്നാലും ഇപ്പം മനസ്സിലായി സലഫികൾ ആരാന്നുള്ളത് കേട്ടോ. നിങ്ങൾ ഇന്നേ വരെ ഇങ്ങനെ ഒരു മുട്ടൽ നിങ്ങൾ മുട്ടിയിട്ടുണ്ടാവില്ല, നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവില്ല കേട്ടോ. നന്നായിട്ട് നിങ്ങൾക്ക് നല്ലൊരു 3 ദിവസം പോയി കടന്നുറങ്ങിക്കോളുണ്ടു. വേണമെങ്കിൽ പേരോടനോ അല്ലെങ്കിൽ കാന്തപുരം ഒരു 100 മന്ദിരം ചൂത്തിട്ട് കെട്ടിക്കളാ കേട്ടോ. പിന്നെ നേരത്തെ നമ്മൾ ചോദിച്ച ഒരു ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു, ഇന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചിരുന്നു, ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് തേടാനായാലും തെളിവുണ്ടെന്ന് ആര് പറഞ്ഞു ചോദിച്ചപ്പോൾ അതിന് മറുപടിയില്ല. ഞാൻ ചോദിച്ചു, ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവതരിച്ച ഈ ആയത്ത് പ്രവാചകന്റെ പ്രൈമറി ഓഡിയൻസ് അല്ലേ, ആര്? സ്വഹാബത്ത്. അവരെന്താ മനസ്സിലാക്കിയത് ഞാൻ ചോദിച്ചിരുന്നു, മിണ്ടിയിട്ടില്ല. അതിനാ 2 സംഭവം ഞാൻ പറഞ്ഞ, ശത്രുക്കൾ കൊല്ലാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോയപ്പോ, അതേപോലെ തന്നെ മഴക്ക് ക്ഷാമം ബാധിച്ചപ്പോ എന്താ മിണ്ടാതിരുന്നത്? സുജൂത്തിനെ തൊടാൻ കഴിഞ്ഞിട്ടില്ല, അഹമ്മദ് ഹംബലിനെ തൊടാൻ കഴിഞ്ഞില്ല, അതേപോലെ റാസിയെ തൊട്ടില്ല, ഷെയ്ഖ് ജീലാനിയെ തൊട്ടില്ല. ഇമാം നബി പറഞ്ഞതുമുണ്ട്. നിങ്ങൾക്ക് ധൈര്യമില്ല സഹോദര കേട്ടോ. ഇബാറത്ത് വായിച്ചിട്ട് മിണ്ടിയില്ല, സുജൂത്തിമ കെട്ടിക്കണഞ്ഞ് പോവുകയാണ് എൻ്റെ ഒറ്റ മുങ്ങല്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയിട്ട് അതിനും മറുപടിയില്ല. അതൊക്കെ വേറെ വ്യവസ്ഥ. ഇതാണ് ഈ സാധനം. പിന്നെ നേരത്തെ അടിച്ചു അനസയ്യിദു ഉൽദി ആദം. എന്താ ബാക്കി വായിക്കാത്തത്? അനസയ്യിദു ഉൽദി ആദം, അത്രേ ഉള്ളൂ. നിങ്ങളെ കാന്തപുരം ഉണ്ടല്ലോ, വസ്അൽ മൻ അർസൽനാ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ സഹായം തേടാൻ ഖുർആൻ ആയത്തുണ്ട് ചോദിച്ചപ്പോൾ വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ, അവിടെ മുറിച്ചു, ബാക്കി വായിച്ചില്ല. എന്നിട്ട് കക്കണതും വെട്ടണതും മുറിക്കണതൊക്കെ ഞങ്ങളാണെന്ന് പേര് ഞങ്ങൾ മേലെ ആരോപിച്ചു നിങ്ങൾ. ബാക്കി എന്താ? തൗഹീദ് സ്ഥിരപ്പെടുത്താൻ വേണ്ടി അല്ലാഹ് ഇറക്കിയ ആയത്തെ ശിർക്കിന് തെളിവാക്കിയതാ. എന്നതുപോലെ അനസയ്യിദു ഉൽദി ആദം യൗമൽ ഖിയാമ. എന്താ വായിക്കുന്ന ഒരു പേടിങ്ങക്ക്? എന്താ പടി? ഞാൻ ചോദിക്കട്ടെ, ചിരിക്കണ്ട, ഞാൻ പറയട്ടെ, ചിന്തിച്ചോ സഹോദരന്മാരെ. ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഖിയാമത്ത് നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിലായിരിക്കും എല്ലാവരും ഉണ്ടാകുക എന്നാണ്, ശഫാഅത്തിന് വേണ്ടി അല്ലേ. എല്ലാ അമ്പിയാക്കന്മാരും പ്രവാചകൻ പറഞ്ഞേക്കും. ഞാൻ ചോദിക്കട്ടെ, അപ്പം നിങ്ങൾ ഇത് ഇസ്തിഗാസക്ക് തെളിവാണെങ്കിൽ ഒരു കാര്യങ്ങൾ സമ്മതിക്കേണ്ടി വരും. ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാത്ത ഒരാളെയും വിളിച്ച് ഇസ്തിഗാസ നടത്താൻ പാടില്ല എന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ നാളെ പരലോകത്ത് ലിവാ ഉൽ ഹംദ് ഞാനാണ് പിടിക്കുക, അതിന്റെ കീഴിലാണ് എല്ലാവരും ഉണ്ടാകുക. എല്ലാ അമ്പിയാക്കന്മാരും അവരിലേക്ക് പ്രവാചകന്മാരുടെ അടുക്കലേക്ക് ആളുകൾ ചെല്ലുമ്പോ അവരൊക്കെ മടക്കി പറഞ്ഞ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക്. ഇത് നിങ്ങൾക്ക് ഇന്നിവിടെ ജീവിച്ചിരിക്കുന്ന നമുക്ക് ഇസ്തിഗാസക്ക് തെളിവാണെങ്കിൽ ഞാൻ എൻ്റെ ചോദ്യമായിട്ടല്ല, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. സാധാരണക്കാർ മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത ഒരാളെയും വിളിച്ച് ഇസ്തിഗാസ നടത്താൻ പാടില്ലെന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും കേട്ടോ. നബി എന്നുള്ള അമ്പിയാക്കൾക്ക് ഉപയോഗിക്കാൻ പറ്റൂല, ബഹുവചനാക്കാൻ പറ്റൂല. അതേപോലെ തന്നെ ഔലിയാക്കന്മാരെ എന്തായാലും പറ്റൂല, ബിവിമാരെയും പറ്റൂല, തങ്ങന്മാരെയും പറ്റൂല. അന സയ്യിദു വുൽദി ആദം യൗമൽ ഖിയാമ, എല്ലാവർക്കും ഖിയാമത്ത് നാൾ റസൂലുള്ളാഹിന്റെ പോണത്. അപ്പൊ അത് ഇതുമായിട്ട് യാതൊരു ബന്ധമല്ല എന്റെ സുഹൃത്തെ. അതിനാ ഞാൻ പറഞ്ഞത് സ്വഹാബത്ത് ഇത് ഇപ്പൊ കാന്തപുരത്തിന്റെ മർക്കസിൽ ഇറങ്ങിയതാണോ ചോദിച്ചത്. സ്വഹാബത്ത് എന്ത് മനസ്സിലാക്കി? നിങ്ങളെ തലതൊട്ടമ്മമാരായ പണ്ഡിതന്മാർ മുജാഹിദ് പ്രസ്ഥാനവുമായി സംവാദനം വന്നിട്ട് ഇന്നവരെ ഈ നൗഷാദ് ഹസനി അല്ലാതെ അതിന് അള്ളാഹു കൊടുത്ത ശിക്ഷ അപ്പൊ എവിടെയില്ല. ആകപ്പാടെ നെട്ടോട്ട് നടക്കുക മരുഭൂമി പട്ടമായിരി, എവിടെ ഒരു പിടിവള്ളിയില്ല. അത് അള്ളാഹുവിന്റെ ഖുർആൻ കൊണ്ട് ദീനോട് കളിച്ച. അങ്ങനെ നിങ്ങൾ ഒരൊറ്റ തല തൊട്ടപ്പം പണ്ഡിതന്മാരും ഈ ഹദീസ് എന്തുകൊണ്ട് തെളിവാക്കിയില്ല? അതുകൊണ്ട് ഉന്ദൂറിന് ഞങ്ങൾ ചോദിക്കാം, ഉന്ദൂറിന് ചോദിക്കാൻ പറ്റുമോ, വിളിക്കാൻ പറ്റുമോ? ഇന്ന് നിങ്ങൾ ഇവിടെ നിന്ന് വിളിച്ചാൽ പ്രവാചകനത് കേൾക്കും, അറിയും, ഉത്തരം ചെയ്യും എന്ന വിശ്വാസത്തിലാണെങ്കിൽ അത് ശിർക്ക് തന്നെ, യാതൊരു സംശയമല്ല. നിങ്ങൾ ചോദിച്ചോളൂ, എന്ത് വേണം ചോദിച്ചാൽ ശിർക്കിന്റെ നിർവചനമാണോ അടുത്ത ആൾ ചോദിച്ചോ കേട്ടോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് ഇവിടുന്ന് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഉൻദുർന എന്ന് പറഞ്ഞാൽ നബി ഞങ്ങളെ കാണും, നമ്മളെ കേൾക്കും, അറിയും, ഉത്തരം ചെയ്യും എന്ന വിശ്വാസമാണെങ്കിൽ അത് ശിർക്ക് തന്നെയാണ്. നിങ്ങൾ ഇവിടെ ചെയ്തു കൂട്ടുന്ന വിളിയും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാണുമെന്നല്ല നിങ്ങളുടെ വാദം. സംവാദം വളരെ മുതലായി. ഇതാണ് പടല് എന്ന് പറഞ്ഞാല്. വിഷയത്തെ ഇതുവരെ തൊട്ടിട്ടില്ല, ഇനി തൊട്ടു കിട്ടി. കുരുത്തക്കേടാണല്ലേ? അത് ശരിക്കും ഇവിടെ കാണിച്ചു തരാൻ പോവാണ്. എന്താ പറഞ്ഞത്? ഉള്ളുർന എന്ന് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരാൾ പറഞ്ഞാൽ അത് ശിർക്ക് തന്നെ. കറക്റ്റ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥമാണോ? അടുത്ത ചോദ്യം. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റായിന വഖൂലു ഉൻദുർനാ. ഓ മുഅ്മിനീങ്ങളെ, വിശ്വസിച്ച ജനങ്ങളെ, പഠിച്ചോ. ആമന ആമന ആമനു, വിശ്വസിച്ച ജനങ്ങളെ. ഇഅ്ലം അന്നൽ ഇബ്രത, പഠിച്ചോ. മുഴുവൻ ആളുകളും പെട്ടു. അതുകൊണ്ട് എല്ലാവരോടും പറയാണ്, ലാ തഖൂലു റായിന, നിങ്ങൾ റായിന എന്ന് പറയരുത് കേട്ടോ. ഉൻദുർനാ എന്ന് പറയണേ. റായിന പറയണ്ട പറഞ്ഞപ്പോ അവൻ പറഞ്ഞില്ല, ഉൻദുർന പറയണെന്ന് പറ അവൻ പറയില്ല. ഇത് എന്ത് സാധനത്തിങ്ങൾ? ഉൻദുർന പറഞ്ഞോളിൻ, എന്തിനാ നിങ്ങൾ മടിച്ചിക്കണേ? പിന്നെ പെട്ടു കുരുത്തക്കേട് കിട്ടി. ഇനി സക്കരിയ സ്വലാഹിന്റെ ഏലസ് കെട്ടണതാ നല്ലത്. ചുരുങ്ങിയത് റഹ്മാനിനോടെങ്കിലും ചർച്ച ചെയ്യാമായിരുന്നു. യൗമൽ ഖിയാമ ആയക്കടലാണ് നിങ്ങൾ പെട്ടത്. എന്താ പറഞ്ഞത്? യൗമൽ ഖിയാമ വിട്ടതല്ല, ചൂണ്ടലിട്ട് തന്നതാണ്. എന്താ പറഞ്ഞത്? ഖിയാമത്ത് നാളിൽ ചെയ്താണ്. ഇമാം നവവി വിശദീകരിച്ചു. വഅമ്മാ ഖൗലുഹു യൗമൽ ഖിയാമ, നിങ്ങളെ പോലത്തെ സാധനങ്ങൾ ഇവിടെ വരുന്നു ഇമാം നബി തങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇമാം നബി തങ്ങൾ വിശദീകരിച്ചു. അത് വഅമ്മാ ഖൗലുഹു യൗമൽ ഖിയാമ, യൗമൽ ഖിയാമ പോലത്തെ കൗലൊക്കെ ആ വാക്കൊക്കെ എന്താണ്? അത് മാലിക് യൗമിദ്ദീൻ പോലെയാണ്. മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? അന്ത്യനാളിന്റെ ഉടമസ്ഥ. അപ്പൊ ഇവിടെ ഉടമസ്ഥനല്ല. ഇവിടെ നിങ്ങൾ ചിന്തിക്കും മുജാഹിദാരെ, ഇവർ പൊട്ടീസാക്കണ കണ്ടോ? ഇമാം നബിന്റെ വിശദീകരണമാണ്, ഇന്റെ വിശദീകരണമല്ല. ആ ഗന്ധം മുട്ടിക്കാണ്. നിങ്ങൾ സത്യം മനസ്സിലാക്കിയാൽ മതി. എന്താ പറഞ്ഞത്? യൗമൽ ഖിയാമ എന്നുള്ളത് മാലിക് യൗമിദ്ദീൻ പോലെയാണ്, ലിമനിൽ മുൽക്കുൽ യൗം പോലെയാണ്. മാലിക് യൗമിദ്ദീൻ അന്ത്യനാളിന്റെ ഉടമസ്ഥനാണെന്ന് അറിയും മൗലവി. എന്താ അർത്ഥം വെക്കുക? അന്ത്യനാളിന്റെ ഉടമസ്ഥനുണ്ട്. ഇവിടെ ഉള്ള അവകാശമൊക്കെ മൂപ്പർക്കും മുതലാളിക്കും അനീപകായി കൊടുക്കും മൂപ്പർക്കും. അതാണ് ഇവിടെ ഉള്ള അവകാശം. നിങ്ങൾ ചെല്ലി അനീപകായി കൊണ്ടിരുത്തുക, അടിച്ചാട്ടും, കുണ്ടം വഴി എടുത്ത് അടിച്ചാട്ടും. നിങ്ങൾ ഈ എന്താണ് റഹ്മാനി പെട്ടിട്ടും നിങ്ങൾ ഈ യൗമൽ ഖിയാമ തൊട്ടത് അടിച്ചാട്ടൂല. നിങ്ങളുടെ ചുരുങ്ങിയത് റഹ്മാനോടെങ്കിലും ഒന്ന് ചോദിച്ചുകൂടായിരുന്നോ? ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലു റായിന എന്ന ആയത്തിൽ പറഞ്ഞ ഉൻദുർന പറഞ്ഞാൽ മുശ്രിക്കാണോ എന്ന് ചോദിച്ചു. ഈ അർത്ഥത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾ പറഞ്ഞാൽ മുശ്രിക്കാണെന്ന് പറഞ്ഞു. ഈ ജീവിച്ചിരിക്കുന്ന എല്ലാവരും പെടുന്ന കോലത്തിൽ ഖുർആൻ പറയുന്നു, നിങ്ങൾ ഉൻദുർന എന്ന് പറയണം. ഖുർആൻ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥമാണോ? എന്തിനാങ്ങളാ 30 ജുസുള്ള ഖുർആൻ പിടിച്ചെടുക്കണേ? വഷള എന്തായാലുള്ളത് തുറന്നു നോക്കിയിട്ടില്ലേ?
പാവം സാധു, എന്താ അതിനായിട്ട് ചെയ്യറബ്. ഏതായിരുന്നാലും സുഹൃത്തെ, എനിക്ക് ഇവിടെയൊക്കെ നിങ്ങളോട് ഉണർത്താനുള്ളത് എന്താണെന്നറിയോ, നിങ്ങൾ മനസ്സിലാക്കണം. ചിരിച്ചിട്ട് കാര്യം കഴിച്ചിട്ട് കാര്യമില്ല. ഈ സാധനം പറഞ്ഞ കാര്യം ശരിക്കും നിങ്ങൾ ആക്കിൽ കൊടുത്തൊന്ന് ചിന്തിക്ക് കേട്ടോ. മുഖ് വേണം കുറച്ചൊക്കെ. ഞാൻ പറഞ്ഞിരുന്നു ഈ ഹദീസ് അന സയ്യിദു ഉൽദി ആദമ യൗമൽ ഖിയാമ എന്ന് പറയുന്ന ഈ ഹദീസ് ഇപ്പം മർക്കസിൽ ഉണ്ടായതാണെന്ന് ചോദിച്ചാൽ ഞാൻ വഖൂലു ഉൻദുർനാ വലിൽ കാഫിരീന അദാബുൻ അലീം എന്ന് പറഞ്ഞ ആയത്തുണ്ടല്ലോ, ഈ ആയത്ത് ഇപ്പം മർക്കസിൽ ഇറങ്ങിയതാണെന്ന് ഞാൻ നേരത്തെ ചോദിച്ചിരുന്നത്. ഇതെന്താണ് സ്വഹാബത്ത് മനസ്സിലാക്കിയത്? ഇത് ഇസ്തിഗാസക്ക് തെളിവാണെങ്കിൽ എന്തുകൊണ്ട് ശത്രുക്കൾ കൂട്ടിക്കൊണ്ടുപോയപ്പോ നബിയെ ഞങ്ങൾ രക്ഷിക്കണേ എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. എന്താ മിണ്ടാത്തത് എന്ന് പറഞ്ഞു കൊടുക്കണ ഈ സമുദായത്തോട്. നിങ്ങളുടെ ഈ ശിർക്കും കുഫറും സ്ഥാപിക്കാനുള്ള ഈ കനഞ്ഞുള്ള ഈ പ്രവർത്തനമല്ലോ അനുവദിക്കുള്ള സുഹൃത്തെ. അതേപോലെ മഴയ്ക്ക് വേണ്ടി ക്ഷാമം ബാധിച്ചപ്പോ മൈലുകളോളം താണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നു. എന്നിട്ട് പറഞ്ഞു എന്റെ വീട്ടിൽ കുത്തിരുന്ന് പറയാറുന്നത് ഈ ഉൻദുർനാ എന്നുള്ള ആയത്തെ സ്വഹാബത്ത് പഠിച്ചിട്ടില്ല. അപ്പൊ അവരെക്കാളും വലിയ ആൾക്കാരുങ്ങളായോ? പിന്നെ സുഹൃത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വിശ്വാസം എന്താ? ഉൻദുർനാ നിന്ന് നിങ്ങൾ വിളിക്കുമ്പോ ഖുർആൻ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥാണോന്ന് നിങ്ങളെ വിശ്വാസ പ്രകാരമാകുമ്പോൾ സുഹൃത്തെ അത് വരാം. നിങ്ങൾ കുറെ നിങ്ങൾ ശിർക്കും കുഫറും സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ കുറെ വ്യാഖ്യാനമുണ്ട്. ആ വ്യാഖ്യാനമല്ല ഇവിടെ വേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ നിങ്ങൾ വിളിക്കുന്ന വിളി കേൾക്കെ, ചിരിച്ചിട്ടൊന്നും കാര്യമില്ല കേട്ടോ. നിങ്ങൾ വിളിക്കുന്ന വിളിയും ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒക്കെ കേൾക്കും, ഉത്തരം ചെയ്യും. നിങ്ങളുടെ അമലുകളൊക്കെ എല്ലാം റസൂൽ കാണുന്നുള്ള വിശ്വാസമാണ് നിങ്ങൾക്കുള്ളത്. എന്നാ കേട്ടോ, ഷറഹ് മുസ്ലിമാണ് ഞാൻ വായിക്കുന്നത്, ശരിക്കും കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് നടക്കുന്ന വിചാരണ വേളയിൽ അതിനെ സംബന്ധിച്ചാ പറയുന്നത്. എന്താ പറയുന്നറിയോ കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സയുജാഉ ബിരിജാലിൻ മിൻ ഉമ്മത്തി ഫയുഖദു ബിഹിം, ശരിക്കും കേട്ടോ, ഫയുഖദു ബിഹിം ദാത ശിമാലി ഫഅഖൂലു യാ റബ്ബി അസ്ഹാബി ഫയുഖാലു ഇന്നക ലാ തദ്രി മാ ഹദസു ബഅദക് ഫഅഖൂലു. ഇനിയാ കേൾക്കേണ്ടത്, ഇനിയാ ശ്രദ്ധിക്കേണ്ടത്. എന്താ റസൂൽ പറയുന്നത്? ഒരു വിഭാഗം ആളുകൾ ഭാഗത്തേക്ക് മാറ്റി നിർത്തപ്പെടും. ഹൗദുൽ കൗസർ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി റസൂൽ കൊടുക്കാൻ സമയത്ത് ഒരു വിഭാഗം ആളുകൾ തടയപ്പെടും. ആ സമയത്ത് കേട്ടോ, വർത്താനം പറഞ്ഞിട്ട് വെറുതെ ഫിത്ന ഉണ്ടാക്കണ്ട കേട്ടോ. ഇത് ഞാൻ പറയുന്നതിന് മറുപടിയാ പറയേണ്ടത്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഗണ്ണിക്കണങ്ങള്. അല്ലാതെ ഇവിടെ വർത്താനം പറഞ്ഞിട്ട് എന്തെങ്കിലും വിളിച്ച് പറയല്ല, പച്ചമഴം പറയല്ല. അതിനകത്ത് പറയുന്നത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹൗദുൽ കൗസർ വെള്ളം മുക്കി കൊടുക്കുന്ന സന്ദർഭത്തിൽ ഒരു വിഭാഗം ആളുകൾ മുന്നോട്ട് വരും. ആ സമയത്ത് റസൂൽ പറയുന്നത് എന്റെ ആളുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ആ സമയത്ത് അള്ളാഹ് പറഞ്ഞിട്ട് ഇല്ല നബി, അത് താങ്കളുടെ ആളല്ല, താങ്കളിൽ പെട്ടവരല്ലത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും. അപ്പൊ എന്താ കാരണം? ഇന്നക ലാ തദ്രി മാ ഹദസു ബഅദക്, താങ്കൾക്ക് കാലശേഷം അവർ ദീനിൽ എന്തൊക്കെ കടത്തി കൂട്ടി എന്തൊക്കെ കാട്ടിയെന്ന് അവർ അറിയില്ല. ആ സമയത്ത് റസൂൽ പറഞ്ഞ മറുപടി കേട്ടോ. അതാ എന്നിട്ട് ചിരിക്ക്. എന്താ റസൂൽ പറഞ്ഞറിയോ? ഫഅഖൂലു, അപ്പോൾ ഞാൻ പറയും, കമാ ഖാലൽ അബ്ദു സ്വാലിഹു, അബ്ദു സ്വാലിഹ് പറഞ്ഞ അതേ മറുപടി ഞാനും പറയും. ആരാ അബ്ദു സ്വാലിഹ്? തിരിക്കാൻ വരട്ടെ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന അതേ മറുപടി ഞാനും പറയും. സൂറത്തുൽ മാഇദയിൽ പറഞ്ഞുല്ലേ, ഈസാ നബി അലൈഹി സ്വലാത്തു വിചാരണ ചെയ്യുമ്പോ താങ്കളെയും താങ്കളുടെ ഉമ്മയെയും ഇലാഹാക്കാൻ വേണ്ടി പറഞ്ഞ താങ്കളാണോ എന്ന് ചോദിക്കുമ്പോ ഈസാ നബി പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. അതേ മറുപടി ഞാനും പറയുന്ന. എന്താ റസൂൽ പറയുന്നത്? ഫഅഖൂലു കമാ ഖാല അബ്ദു സ്വാലിഹ് പറയുന്ന അതേ മറുപടി ഈസാ നബി പറയുന്ന അതേ മറുപടി ഞാനും പറയും. എന്താ? വകുൻതു അലൈഹിം ഷഹീദാ മാ ദുംതു ഫീഹിം, ഞാൻ അവരിൽ ഉള്ള കാലത്തോളം അവരുടെ അമലുകൾക്ക് ഞാൻ സാക്ഷിയാണ്. എന്നാൽ ഫലമ്മാ തവഫൈതനി, കേട്ടോ, ഫലമ്മാ തവഫൈതനി, എന്റെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അങ്ങനെ. ഈസാ നബി പറയുമ്പോഴോ എന്നെ പരിപൂർണമായി ഏറ്റെടുത്തതിന് ശേഷം. കാരണം അഹ്ലു സുന്നത്ത് വിശ്വാസി നബി ജീവിച്ചിരിക്കുന്നുണ്ടാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ എന്റെ വഫാത്തിന് ശേഷം കാര്യങ്ങൾ എന്താന്ന് എനിക്കറിയില്ല. നീയാണ് അള്ളാഹുവെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വിശ്വാസ പറയാണ് എന്റെ സഹോദര. മൂപ്പരിപ്പോ മൊബൈല് തപ്പുക, ആരൊക്കെയോ വിട്ടുകൊടുത്തേ ആകപ്പെടുത്തവിടെ. എന്നിട്ട് ഇവിടെ വന്നിട്ട് മൊബൈല് തപ്പുക, പൂടാൻ പോണില്ല. അതെല്ലാം ഇത് തൗഹീദും ശിർക്കും വെച്ചിട്ടുള്ള കളിയാ, പൂടൂലം കള. എന്നിട്ട് ഇപ്പൊ മൂപ്പരാകെ രംഗം പറഞ്ഞു, ചോദ്യമൊക്കെ കേട്ടാ, ഏയ് മൊബൈൽ തപ്പി നോക്കുകയാണ്. യൗമൽ ഖിയാമ തൊട്ടിട്ടില്ല. ഏയ് നമ്മൾ മൂടി വെച്ചു, യൗമൽ ഖിയാമ മൂടി വെച്ചു, നമ്മൾ യൗമൽ ഖിയാമ മൂടി വെച്ചു. നമ്മൾ പറഞ്ഞു, ഇമാം നവവി തങ്ങളുടെ വിശദീകരണം എന്താ പറഞ്ഞത്? യൗമൽ ഖിയാമ എന്നുള്ളത് മാലിക് യൗമിദ്ദീൻ പോലെയാണ്. മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അന്ത്യനാളിന്റെ ഉടമസ്ഥൻ. അപ്പൊ ഇവിടെ ഉടമസ്ഥനല്ലാതെ ഏതെങ്കിലും പൊട്ടം പറയോ? പൂങ്കാവനം കുഞ്ഞപ്പോൾ പറയുന്നല്ലാതെ ഇതേ പൊട്ടത്തര ഇവിടെ ആവർത്തിച്ചു. എന്നിട്ട് ആ റഹ്മാനെ പോലും പിടിച്ചില്ല മൂപ്പര്. പിന്നെ ചോദ്യം മറുപടി പറഞ്ഞിട്ടില്ല. ചോദ്യം മറന്നു നിങ്ങൾ. ഏയ്
യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലു റായിന വഖൂലു ഉൻദുർനാ. നബിയേ, അങ്ങയുടെ തിരുനോട്ടം, അങ്ങയുടെ പരിഗണന ഞങ്ങളിലേക്കുണ്ടാവണേ എന്ന് ഒരു മുഅ്മിനായ മനുഷ്യൻ ഇന്ന് പറഞ്ഞാൽ അത് ശിർക്കാണോ? സമർത്ഥമായി പൊട്ടുങ്ങള് പറഞ്ഞു ശിർക്കാണ് എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. ഞങ്ങൾ പറഞ്ഞു. അപ്പൊ പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലു റായിന വഖൂലു ഉൻദുർനാ. റായിന പറയരുതേ, ഉൻദുർന പറയണേ. അപ്പൊ ഖുർആൻ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥമാണോ? നബിയെ, അങ്ങയുടെ തിരുനോട്ടം ഞങ്ങളിലേക്കുണ്ടാവണേ. സാധാരണക്കാർ ശ്രദ്ധിക്കണം കേട്ടോ. നബിയെ, അങ്ങയുടെ തിരുനോട്ടം ഞങ്ങളിലേക്കുണ്ടാവണേ എന്ന് മുഅ്മിനീങ്ങളെ നിങ്ങളെല്ലാവരും വിളിച്ചു പറയണം. പരിശുദ്ധ ഖുർആൻ അത് ശിർക്കാണെന്ന് മൗലവി. എങ്കിൽ പരിശുദ്ധ ഖുർആൻ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥമാണോ? മറുപടി കിട്ടിയിട്ടില്ല. പിന്നെ യൗമൽ ഖിയാമ മറുപടി കിട്ടി. അമ്മാ ഖൗലുഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നബി തങ്ങൾ സയ്യിദാണ്, അഭയകേന്ദ്രമാണ്, അതുപോലെ തന്നെ അഭയം തേടപ്പെടേണ്ട ആളാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം അത് മാലിക് യൗമിദ്ദീൻ പോലെയാണ്. അന്ന് പിന്നെ ആരും ഞാനാണ് നേതാവ് എന്ന് പറയണ്ടാവില്ല. അതുകൊണ്ട് അവിടെ യഥാർത്ഥത്തിൽ ഒളിവാകും. അതുപോലെ ഇന്ന് ഇവിടെ സയ്യിദാണെന്ന് പറയുന്ന ഇരിക്കണ്ടില്ലേ, ഞങ്ങളാണ് നേതാക്കന്മാരെന്ന് പറഞ്ഞാണ് നെഞ്ഞും പിരിച്ച്. അപ്പൊ മുത്തുനബിനെ എന്താണ് സുദൂദിയത്തിൽ വാദിക്കാൻ വേണ്ടി ഞാനും നേതാവാണെന്ന് പറയാൻ പല ആൾക്കാരുണ്ടാവും. അതുണ്ടാവൂല എന്നുള്ള അർത്ഥത്തിനാണ്. തൊട്ടിട്ടില്ല. എന്നിട്ട് മൊബൈൽ വന്നിട്ട് പരതുക. മൂപ്പേർക്ക് പറഞ്ഞിട്ട് സമയം തീരുന്നില്ല, പറഞ്ഞിട്ട് തീരില്ല. അതുകൊണ്ട് ചോദ്യം കുറിക്കാ കൊണ്ടിട്ടുള്ളത് അതേ ഉൻദുർനാ യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞാൽ മുശ്രിക്കാണെന്ന് നിങ്ങൾ പറഞ്ഞു. എന്റെ ചോദ്യം, പരിശുദ്ധ ഖുർആൻ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥമാണോ? മുന്നിലിരുത്തിയിട്ടല്ലേ ചോദിക്കുന്നത്? അല്ലെങ്കിൽ പറ മൗലവി, എന്ത് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞാൽ നബി തങ്ങളെ കാലത്തുള്ള മുഅ്മിനീങ്ങൾ മാത്രാണ്. പറയണില്ലല്ലോ നിങ്ങൾ. എന്താ സ്വകാര്യം പറിച്ചിട്ട് നിർത്തിങ്ങളെ, നിങ്ങളത് പറയണില്ല. ഈ നബി തങ്ങളെ കാലത്തുള്ള ആൾക്കാർ മാത്രാണെന്ന് എന്തേ പറയാത്തത്? പാവം ഈ സാധുവിനെ കൊണ്ട് ഇടങ്ങേറായിക്കോട് പേര്. പാവം നിങ്ങളെന്നെ ചിന്തിക്കണ്ടാവില്ലേ ഇപ്പം ഇതിൻ്റെ ഇത് എന്താ ഇപ്പം ഇതിനെക്കാട്ട് കാട്ടുകയെന്ന് അല്ലേ സുഹൃത്തെ? ഉണർന്ന ദിക്റിട്ട് കാര്യമില്ല. അതിനാ ഞാൻ പറഞ്ഞത് സ്വഹാബത്ത് എന്താ മനസ്സിലാക്കിയത് എന്ന്. എന്തേ വിളിക്കാതിരുന്നതെന്നാ ഞാൻ നേരത്തെ പറഞ്ഞത്. അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല അല്ലേ? അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. നിങ്ങൾ മനസ്സിലാക്കിയത് പോലെയാണ് ഈ ആയത്തിന് സ്വഹാബത്ത് മനസ്സിലാക്കിയത് എങ്കിൽ എന്തുകൊണ്ട് സ്വഹാബത്ത് വിളിച്ചില്ല? എന്തുകൊണ്ട് നബിനെ വിളിച്ചില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോഴും പ്രവാചകനും വിളിച്ചിട്ടില്ല. ഈ ആയത്ത് ഇറങ്ങിയ ശേഷം സ്വഹാബത്തും നബിയെ വിളിച്ചിട്ടില്ല. അതിനാണ് ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ ഈ ചോദ്യം കണ്ടല്ലോ, ഉന്നൂറിനാന്ന് വിളിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ വിശ്വാസപ്രകാരമാണെങ്കിൽ ശിർക്ക് തന്നെയാണ്. ഇന്ന് പ്രവാചകൻ കാര്യങ്ങൾ അറിയും, കേൾക്കും, ഉത്തരം ചെയ്യും എന്ന അടിസ്ഥാനത്തിലാകുമ്പോൾ അത് ശിർക്ക് തന്നെയാണ്. അടുത്തത് ചോദിച്ചോളൂ, അപ്പൊ എങ്ങനെ ശിർക്കിന്റെ മാനദണ്ഡ ചോദിക്ക്, ശിർക്കിന്റെ താരീഫ് ചോദിക്ക്, അപ്പൊ അതിനെ പറ്റി വിശദീകരിക്കും. സ്ഥലങ്ങളെ കൊണ്ട് ചോദിപ്പിക്കാണ് നമ്മൾ. മനസ്സിലാവുണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും കാര്യമില്ല. ഇതൊക്കെ വെറുതെ വെല്ലുവിളിക്കല്ല. ഞാൻ കൃത്യമായിട്ട് അത് വളരെ പിന്നെ ഉപയോഗിച്ചിട്ട് തന്നെ ഞാൻ ചോദിക്കുന്നത് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും കാര്യമില്ല, നിങ്ങൾ കരയേണ്ടി വരും അവസാനം. ഇതൊക്കെ ശിർക്ക്. ഞാൻ പറഞ്ഞത്, ഞാൻ ഇവിടെ ഖുർത്തുബി പിന്നെ ഇമാം സുയൂത്തി പറഞ്ഞത് ഞാൻ ഉദ്ധരിച്ചു. അദ്ദേഹം ഈ ഉൻദുറിനെ കാണാത്ത ആളാണോ? അതേപോലെ തന്നെ ഷെയ്ഖ് ജിലാനി പറഞ്ഞത് ഞാൻ പറഞ്ഞു. അതേപോലെ അഹമ്മദ് ഹംബൽ പറഞ്ഞത് പറഞ്ഞു. റാസി പറഞ്ഞത് വായിച്ചു. എന്താ നിങ്ങൾ തൊടാതിരുന്നത്? നിങ്ങൾ വലിയ ആലിമലമായിട്ട് കൊടുന്നാണല്ലോ. എന്താ തൊടാതിരുന്നത്? തൊടാൻ ധൈര്യം കാണിച്ചോ? എന്നിട്ട് ഒന്നും നിൽക്കുന്നത് നടക്കുക കഴിയൂല കുട്ടി, അതുകൊണ്ടൊന്നും കഴിയൂല. അതിനെ ഞാൻ ഇവിടെ പറഞ്ഞല്ലോ. നിങ്ങളുടെ ഈ ചോദ്യമൊക്കെ പോയി മുട്ടുന്നത് എവിടുക്കാന്നറിയോ? മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് തന്നെ. തീർച്ചയായിട്ടും കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ സഹോദരൻ, നിങ്ങൾ പറഞ്ഞെന്താ? നിങ്ങളിവിടെ വിശ്വാസത്തിൽ പറഞ്ഞെന്താ? ഇലാഹാണ്, ഉലൂഹിയത്ത് കൽപ്പിച്ചാൽ മാത്രമേ ശിർക്ക് വരൂ. എവിടെ നിങ്ങൾക്ക് കിട്ടിയ ശറഹുൽ അഖായിദിലെ ഒരു താരീഫ് അല്ലേ? ലോകത്ത് ആ ഒരു താരീഫേ ഉള്ളൂ. സഹോദര, ഉലൂഹിയത്ത് കൽപ്പിച്ചാൽ, അള്ളാഹു അല്ലാത്തവർക്ക് ഉലൂഹിയത്ത് വകവെച്ച് കൊടുത്താൽ അത് ശിർക്കാണെന്നില്ല, ഞങ്ങൾക്ക് യാതൊരു തർക്കമല്ല. പക്ഷെ അത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ വാദം ഉണ്ടല്ലോ, അത് ഇവിടെ വില പോകില്ല. മനസ്സിലാവുണ്ടോ? മക്കത്തെ മുശ്രിക്കുകൾ, മരിച്ചുപോയ മഹാത്മാക്കൾ, ഇബ്രാഹിം നബി മോശക്കാരനാ? ഇസ്മായിൽ നബി മോശക്കാരനാ? ഈസാ നബിയും മറിയം ബീവി മോശക്കാരനാ? നിങ്ങളവിടെ പറയേണ്ട ഒരു സംഗതി ഉണ്ട്. നിങ്ങൾ പറയുന്നത് ഉലൂഹിയത്ത് കൽപ്പിച്ചാലേ ശിർക്കാവുള്ളൂ എന്ന് അല്ലേ? എങ്കിൽ റസൂല പറഞ്ഞോ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി, എന്നിട്ട് ഈ സകല ഈ ഓഫറുകളൊക്കെ ഞാൻ വകവെച്ച് തരാം. നിങ്ങൾ ഇബ്രാഹിമിനെ വിളിച്ചോളി,
ഇസ്മായിൽ നബിയെ വിളിച്ചോളിയും, ലാത്തയെ വിളിച്ചോളിയും, ഉസയെ വിളിച്ചോളിയും. പക്ഷെ എന്ത് മതി? ഇത് പോക്കയിലുണ്ടായാൽ മതി. ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ഷഹാദ, ആ സർട്ടിഫിക്കറ്റ് ഇവിടെ ഉണ്ടായാൽ മതി. ശിർക്ക് വരില്ല എന്ന് റസൂൽ പറഞ്ഞത്, വിളിക്കാന്നാ പറഞ്ഞത്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിച്ച് നിങ്ങൾ വരും, എന്നിട്ട് നിങ്ങൾ എല്ലാവരെയും വിളിച്ചോളിയും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ അവതരിക്കുമ്പോൾ ആ വിശുദ്ധ ഖുർആന്റെ പ്രബോധിതരായ ആ മക്കത്തെ മുശ്രിക്കുകൾ പറഞ്ഞു നിങ്ങൾ കൊണ്ടുവരും. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ഫൈദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ അവർ അഹങ്കരിക്കും. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കാത്തവർ, അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച് കഴിഞ്ഞതൊക്കെ ചെയ്യാന്ന് റസൂൽ പറഞ്ഞോ? പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് അവർ മനസ്സിലാക്കി, നിങ്ങളത് മനസ്സിലാക്കിയില്ല. നിങ്ങൾ ഇപ്പോഴും പറഞ്ഞൊക്കെ എന്താ പറയുക? മക്കത്തെ മുശ്രിക്ക് അല്ലാഹ് വിശ്വാസമല്ല. വമാ യുഅ്മിനു അക്തർ, നിങ്ങൾ മുസ്ലിയാക്കന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നതാ വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ എന്ന് പറയുന്ന ആയത്തിന്റെ നഹവിയായ വശം ഇവിടുന്ന് സംസാരിക്കാൻ ആണത്തും ചങ്കറ്റുണ്ടെങ്കിൽ മുന്നോട്ട് വരും കേട്ടോ. മക്കത്തെ മുശ്രിക്ക് അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടോ അല്ലേ എന്നുള്ളത് നഹ്വങ്ങൾക്ക് എന്താണെന്ന് പഠിപ്പിച്ചാരാ. വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹി. അതേപോലെ തന്നെ സഹോദര, ലാ ഇലാഹ ഇല്ലല്ലാഹ് വൈദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നവരോട് പറയപ്പെട്ടാൽ അവർ അഹങ്കരിക്കും. എന്തുകൊണ്ടെന്നറിയോ? അവർ മുഖ്ഉള്ളവരായിരുന്നു. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഈ പ്രവർത്തനം ഒന്നും പറ്റൂല എന്ന് അവർക്കറിയാം. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്റാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്റാണ്, അത് അവർക്കറിയാം. നിങ്ങളത് അറിഞ്ഞുകൊണ്ട് മുണ്ടാണ്ടിറക്കാണ്. കാരണം എന്താ? ഇതൊക്കെ ലാ ഇലാഹ മുഹമ്മദ് റസൂൽ ഇതൊക്കെ അംഗീകരിച്ചാർന്നാൽ നിങ്ങൾ ഈ പരിപാടിയൊക്കെ നടക്കുള്ളൂ. നമുക്ക് മക്കത്തെ മുശ്രിക്കുകൾ മനസ്സിലായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രയോഗം എന്താണെന്ന് മനസ്സിലായി. നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കുന്നല്ലോ അല്ലാഹ് പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഹസ്റാണ്. അതിനെപ്പറ്റി പറയണോ? അറിയില്ലെങ്കിൽ ചോദിച്ചോ, പറഞ്ഞുതരാം. മൂപ്പരേ ഉണ്ടാക്കി വെച്ചിന് കുറച്ച് മാറ്റർ ഉണ്ട്. ഇനി അയക്ക് വരണെന്നേനി മൂപ്പര് കരുതിയത്. മൂപ്പര് പോലും പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ നമ്മളെ മൂപ്പരോട് കൊണ്ടുപോയി. ഏയ് ഇതാണ് മഹാന്മാരെ ഹിമായത്ത്, മനസ്സിലായിക്കോ. ഇപ്പൊ ആ മാറ്റർക്ക് ഇങ്ങനെ കൊണ്ടുവരണമെന്നുണ്ട്, കടക്കൂല അങ്ങട്ട്. മക്കാ മുശ്രിക്കുകൾ കൊണ്ടുപോകുന്നത് വാദ എഴുതിക്കോ, അടുത്ത വാദ എഴുതിക്കോ. മക്കാ മുശ്രിക്കുകൾ ആലി കൊണ്ട് ഞങ്ങൾ കെട്ടി. അടുത്ത വാദ എഴുതിക്കോ. ചങ്ങാതി ശിർക്കും തൗഹീദും തബായിനും കുല്ലി അതിൻ്റെ അടിയിലുള്ള നിസ്ബ. ഇങ്ങക്കത്തെ നിസ്ബ, ആർക്കത്തെ നിസ്ബ? ചേറ്റപ്പുട്ട് വിട്ടു കളിച്ചണ മാതിരി ഉണ്ടാവും. ഇയാൾക്ക് കേൾക്കുമ്പോൾ ഒരു അച്ചാന്നല്ലാതെ ഇങ്ങകത്ത് തബായിനു കുല്ലി, ഇങ്ങക്കെന്തോ ഉമൂമ ഖുസൂസ് മുത്തിലക്ക്, ഇങ്ങക്കെന്തോ ഉമൂമ ഖുസൂസ് മിമ്പജി. ഈ തബായിനു കുല്ലി ആ വാദങ്ങൾക്ക് ഞങ്ങളെ മേൽ ചാർത്തണോ? മക്കാ മുശ്രിക്കുകളെ വാദം എഴുതിക്കോ. അടുത്ത വ്യവസ്ഥ. പിന്നെ മൂപ്പര ചോദ്യം എന്താണോ? ഫുള്ള് ചോദ്യ മൂപ്പരത്. മറുപടി പറയണ ഹാലാണെന്നൊക്കെ മൂപ്പര് മറന്നുപോയി. മൂപ്പര് ചോദിക്കുക സ്വഹാബത്ത് മനസ്സിലാക്കിയോ? ഇത് 100 ചോദിക്കുമ്പോൾ ഞങ്ങളെ 10,000 തരുന്നത്. സ്വഹാബത്തല്ല, പ്രവാചകൻ മനസ്സിലാക്കി. അടുത്ത ചോദ്യം. മറുപടി കിട്ടിയിട്ടില്ല, ഉള്ളൂറിനെ തൊട്ടിട്ടില്ല. നിങ്ങൾ മൊബൈൽ തോണ്ടി കഴിച്ചിലായി. പോരാ, രണ്ടാമതെന്നപ്പോ മൊബൈലും ഇല്ല, കിതാബുമില്ല, ഒന്നുമില്ല. എൻ്റെ രണ്ടാമത്തെ ചോദ്യം, മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം കടന്നു വരുന്നു. കേരളമിന്റെ ആൾക്കാർ ഇങ്ങനെ നോക്കുകയാണ്. ഈസാ നബി പല പ്രവർത്തനങ്ങളും ചെയ്യുന്നത് വിശദീകരിച്ചു. അവസാനമതാ പോകുന്നു മുത്തുനബിയുടെ ഹളറത്തിലേക്ക്. മുത്തുനബി പറയാണ് തുമ്മലൈൻ ഖാമ അലാ ഖബരി. പിന്നീട് ഈസാ നബി എൻ്റെ ഖബറിന്റെ സമീപത്ത് വരികയും ഫഖാല യാ മുഹമ്മദ്, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയെ എന്ന് വിളിക്കുകയും ചെയ്താൽ മറന്നോ? ഞാൻ ഉത്തരം ചെയ്യും. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ശിർക്ക് പ്രവർത്തിച്ചോ? എന്റെ ചോദ്യം വളരെ ഉഷാറായിട്ടുണ്ട് സംവാദം. സ്വഹാബത്ത് മനസ്സിലാക്കിയോ? 1000 ചോദിച്ചു, 10,000 അല്ല, ലക്ഷം തന്നെ തന്നു. പ്രവാചകൻ മനസ്സിലാക്കി. ചോദിച്ചു, എന്താ ചോദ്യം? തുമ്മലൈൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലൗ ജീബന്നഹു ഫീഹി ഇല്ലതാനി. പെട്ടുകണ് വണ്ടി. ഫീഹി ഇല്ലതാനിയിൽ കുടുങ്ങി. ഇങ്ങോട്ട് ബെരി നിങ്ങളെ മുഴുവൻ അടപ്പൂരിട്ട് കൈ തരാൻ പോവാണ്. അതുകൊണ്ട് പറഞ്ഞേ മതിയാകുള്ളൂ. കുഞ്ഞീദ് മദനി പഠിപ്പിച്ച ആദർശപ്രകാരം മൂസാ നബി അലൈഹിസ്സലാമിന്റെ വിളി ശിർക്കാണോ തൗഹീദാണോ? പഠിപ്പിച്ചു കൊടുക്കുക ജനങ്ങൾക്ക്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അവിടുത്തെ വിളി ശിർക്കാണോ തൗഹീദാണോ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്തേ വിടുള്ളൂ. യൗമൽ ഖിയാമ ഉണ്ടിണില്ല. പെട്ടതാ. അപ്പോൾ മൂപ്പര ഭാഷ പറഞ്ഞാൽ ഇപ്പോൾ ഉമർ റളിയല്ലാഹു തആല ഒരു പേരപ്പോഴത്തെ മുസ്ലിംകുട്ടിയാ പാവം. ദർസിലൊക്കെ അങ്ങനെ പറഞ്ഞ് ചൊറിഞ്ഞ് മാന്തി ഇങ്ങനെ ദഞ്ചാനൊക്കെ ഓതി പഠിച്ച് ഒരു വിവരമില്ലാത്ത
കുല്ലി എന്താണെന്നറിയില്ല, ജുസി എന്താണെന്നറിയില്ല, മൂജബ കുല്ലി അറിയില്ല, സാലിബ കുല്ലി അറിയില്ല, ഒന്നും അറിയില്ല. പാവ പോലെ പോലത്തെ ഒരു മുസ്ലിം സഹോദരൻ, ഞാൻ പറഞ്ഞല്ല, ഇന്നമാ തൻഖുദു ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവതൻ ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅരിഫുൽ ജാഹിലിയത. ജാഹിലിയത്ത് അറിയാത്തവൻ ഉണ്ടാകുമ്പോൾ അതേപോലെ ഉണ്ടാവുന്നു കേട്ടോ. ദീർഘവീക്ഷണം കൊണ്ട് പറഞ്ഞതാ, വെറുതെ പറഞ്ഞാൽ എൻ്റെ മേത്ത് കുതിരയാറുണ്ടാ. ഉമർ എന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലേ? ഇല്ലെങ്കിൽ ഇല്ല നിങ്ങൾ പറയും. എന്നിട്ട് നിങ്ങളെ പോലത്തെ ഒരു മുസ്ലിം കുട്ടിയാക്കിക്ക ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ. അതൊക്കെ അവിടെ പോക്കറ്റിൽ വെച്ചാൽ അവിടെ വില പോവില്ല കേട്ടോ. മക്കത്തെ മുശ്രിക്കുകൾ പറയുമ്പോൾ വല്ലാത്ത ബേജാറാ. ഷിർക്ക് എന്താ കുഫർ എന്താ നിങ്ങൾ മനസ്സിലാക്കിയില്ല. എപ്പോഴാ ഒരു കാര്യം ഷിർക്കാകുക, എപ്പോഴാ ഷിർക്ക് വരിക, അത് മനസ്സിലാക്കണം. മക്കത്തെ മുശ്രിക്കുകൾ അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടാകുന്നില്ല. അതിനാണ് തൊബരി ഞാൻ വായിച്ചത്. തൊബരി പറഞ്ഞെന്താ അറിയോ? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ എന്ന് പറയുന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞെന്താ? വല എഴുതി വെച്ചവാണെങ്കിൽ വലൈസ അഹദുൻ യുശ്രികു ബിഹി ഇല്ലാ വഹും മുഅ്മിനുൻ ബിഹി. അർത്ഥം അറിയോ നിങ്ങൾക്ക്? എന്താ പറഞ്ഞതറിയോ? വലൈസ അഹദുൻ, ഒരാളും ഇല്ല, യുശ്രികു ബിഹി, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവനായി ഒരാളും ഇല്ല. എങ്ങനെയല്ലാതെ? ഇല്ലാ വഹുവ മുഅ്മിനുൻ ബിഹി, അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ടല്ലാതെ. അല്ലാഹുവിൽ വിശ്വാസമാണ് സഹോദര. ഷിർക്ക് വരണമെങ്കിൽ, ഷിർക്കില്ലാതെ ഒരാൾ ഷിർക്ക് ചെയ്യുമെന്ന് പറയണമെങ്കിൽ വിശ്വാസം ഉണ്ടാണ്. വിശ്വാസം ഇല്ലെങ്കിൽ ഷിർക്ക് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അവനെ കാഫിർ എന്ന നിരീശ്വരവാദി എന്നാ പറയാം. അതും കൂടി മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലാതെ പോയല്ലോ നിങ്ങൾക്ക്. മാത്രമല്ല അദ്ദേഹം വീണ്ടും പറഞ്ഞെന്താ? വലൈസ അഹദുൻ യഅ്ബുദു മഅല്ലാഹി ഗൈറഹു ഇല്ലാ വഹുവ മുഅ്മിനുൻ ബിഹി ഇല്ലാ വഹുവ മുഅ്മിനുൻ ബില്ലാഹി. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ഒരുത്തനും അള്ളാഹുവിനോട് കൂടെ മഅല്ലാ, നിങ്ങൾ അള്ളാഹിനെ വിട്ടിട്ടുന്നല്ലേ, മഅല്ലാ യഅ്ബുദു മഅല്ലാഹി, അള്ളാഹുവിനോട് കൂടെ അള്ളാഹു അല്ലാത്തവരെ ഒരാൾ ആരാധിക്കുകയില്ല, ഇല്ലാ വഹുവ മുഅ്മിനുൻ ബില്ലാഹി, അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിക്കൊണ്ടല്ലാതേതാ. അപ്പോൾ മക്കത്തെ മുശ്രിക്കുകളുടെ വിശ്വാസം പറയുമ്പോൾ വല്ലാത്ത ബേജാറാ നിങ്ങൾക്ക്. അത് ഉണ്ടാകണം, അതുണ്ടാവും നിങ്ങൾക്ക്. കാരണം എന്താ? എന്നാലേ നിങ്ങൾ ഈ പരിപാടിയൊക്കെ നടക്കുള്ളൂ അല്ലേ? അപ്പോൾ മക്കത്തെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ? സുമ്മല ഇൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ല ഉജീബന്നഹു. ഇവിടെ ഒരു കാര്യം ഞാൻ അഡീഷണൽ ആയിട്ട് നിങ്ങളോട് പറയാം. നിങ്ങൾ എന്ത് തെളിവ് ഇവിടെ കൊണ്ടുവന്നാലും ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള എന്താ അറിയോ, അല്ലെങ്കിൽ നിങ്ങൾ ഉണർത്താനുള്ള എന്താണെന്നറിയോ? ഇതൊക്കെ അല്ല, നിങ്ങളെ തൊള്ള വേണ്ട. ഇവിടെ ഈ ഹദീസിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് എൻ്റെ വിശദീകരണം പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, അതൊക്കെ കൃത്യമായിട്ട് ഇവിടെ വിശദീകരിക്കുകയും ചെയ്യും. ഒരു കാര്യങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നേരത്തെ ചോദിച്ചതുപോലെ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലു റാഇനാ വഖൂലു ഉൻദുർനാ വസ്മഉ വലിൽ കാഫിരീന അദാബുൻ അലീം എന്ന് പറയുന്ന ഈ ആയത്തിനെ പറ്റി ഞാൻ എൻ്റെ ചോദ്യത്തിൻ്റെ അവസരം ചോദിച്ചതുപോലെ തന്നെ മർക്കസ് സഖാഫത്ത് സുന്നിയിൽ ഇറങ്ങിയ സാധനമല്ലപ്പോൾ അത് ആണോ? ആണ് നിങ്ങൾക്ക് വാദമില്ലല്ലോ. അതിനാണ് ചോദിച്ചത്, എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രഥമ അവിടുത്തെ ഓഡിയൻസ് ആയിട്ടുള്ള ആ സ്വഹാബത്ത് എന്താ മനസ്സിലാക്കി ഞാൻ ചോദിച്ചത്. അതേപോലെ അനസയ്യിദു ഉൽദിയാദം, ഇതൊന്നും കാണാതെയാണോ ഈ ഇമാമിങ്ങളൊക്കെ അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്താൻ പാടില്ല എന്ന് ഇവിടെ എത്ര കിതാബുകൾ ഞാൻ വായിച്ചു? തൊടാൻ കഴിഞ്ഞോ നിങ്ങൾക്ക്? കഴിഞ്ഞില്ല. അപ്പൊ അങ്ങനെ ഒരു വാദം നിങ്ങൾ ഉണ്ടാക്കിയ വാദമാണ്. പണ്ഡിതന്മാരുടെ മേലിൽ കുതിര കയറുകയും അവിടുത്തെ കിതാബുകളുടെ ഇബാറത്തുകളെ വളച്ചൊടിക്കുകയും ദുർവ്യാഖ്യാനം ചെയ്യുകയും അതിൽ അഴിഞ്ഞാട്ടം നടത്തരുത് നിർത്തിക്കും. അങ്ങ് ഇവിടെ വിലപ്പോകില്ല അതൊന്നും കേട്ടോ, നടക്കൂലത്. ഒരു കാലത്ത് നിങ്ങൾ അതൊക്കെ ചെയ്തിരുന്നു. സലഫികൾ ഇങ്ങോട്ട് രംഗത്തിറങ്ങിയപ്പോൾ അതൊക്കെ പോയി. കഴിയൂല നിങ്ങൾക്ക്. സലഫികൾ എന്ന് പറഞ്ഞാൽ പേടി അങ്ങക്ക്. കാരണം എന്താ? കിതാബിയായിട്ട് പരിശോധിച്ച് നിങ്ങളുടെ സകല കള്ളത്തരം കൊണ്ടുവന്നത് ഇവിടെ മുജാഹിദീങ്ങളാ. അതുകൊണ്ട് അതൊന്നും ഇവിടെ വിലപ്പോകൂല. ഇവിടെ സുമ്മല ഇൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ല ഉജീബന്നഹു. നിങ്ങളെ ഒന്നായിട്ടിരിക്കുമ്പോൾ നൗഷാദ് ഹസനി കാട്ടിയ തട്ടിപ്പൊക്കെ മനസ്സിലാവുണ്ടാവും അല്ലേ? എന്താ പറഞ്ഞറിയോ? സുമ്മ പോലും കട്ടി. എന്തിനാ സുമ്മ കട്ടത്? ലൈൻ ഖാമ. ലൈൻ ഖാമൊക്കെ എത്ര അർത്ഥം വെച്ചോ? അവന് എത്ര അർത്ഥം വെച്ചോ അദ്ദേഹം? നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് ഒരു ഹദീസിന്റെ പൊട്ടെടുത്തിട്ട് വായിച്ചിട്ടേ പ്രവാചകന്മാർ ചെയ്തൊക്കെ ഞങ്ങൾ ചെയ്യും. ഇരിക്കട്ടെ, ആര് ചെയ്തു എന്നാ പറഞ്ഞത്? ലൈൻ ഖാമ എന്ന് പറഞ്ഞ അർത്ഥം വെച്ചെന്താ? ആരെങ്കിലും എന്റെ കബറിങ്ങ വന്നെന്നെ വിളിച്ചാൽ, നിങ്ങൾ വന്നെന്നെ വിളിച്ചാൽ എന്തൊക്കെ അർത്ഥങ്ങൾ വെച്ചാൽ അങ്ങനെ അർത്ഥം. ലൈൻ ഖാമ പറഞ്ഞ ലൈൻ ഖാമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ ഫായിലിന് ആദ്യം പറഞ്ഞിട്ടുണ്ടാവില്ല സഹോദരൻ. അതുകൂടി മനസ്സിലാക്കാനുള്ള ഇതില്ല നിങ്ങൾക്ക്.